നമസ്കാരം. കണ്ടുകണ്ടങ്ങിരിക്കും വോട്ടറുടെ വോട്ട് വെട്ടുന്നതും ഭവാന്മാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനും പിടിവീണു. സ്വർണം ചെമ്പാക്കി സ്വന്തം കൈപ്പടയിൽ തിരുത്തിയ രാസവിദ്യയാണ് തെളിവ്. മൊഴികളും പത്മകുമാറിന് എതിരാണ്. ശബരിമലയുമായി കുടുംബപരമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന മുൻ പ്രസിഡന്റിൻ്റെ അറസ്റ്റോടെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ്, നിങ്ങളും. ഹോമിയോ ഡോക്ടർ അല്ല, ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇതിലേതെങ്കിലും ഒന്നാ? ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു കലക്കമാണ് ഇപ്പോൾ ഉള്ളത്. ആ കലക്കം മാറട്ടെ. ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടിയോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ അറസ്റ്റിൽ. മുൻ ദേവസ്വം പ്രസിഡന്റ്, മുഖ്യ ആസൂത്രകനെന്ന് SIT. ശശി, പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. കള്ളം പറയാനോ ഞാനോ? കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മുഖഭാവവും അല്ലല്ലോ നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്? കുമ്പടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് മോനെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ തുനിഞ്ഞങ്ങ് ഇറങ്ങുകയാണ് ഈ വിശ്വാസത്തിനെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശബരിമല മേശാന്തി ആയിരുന്ന ആളുടെ കൊച്ചുമോളുടെ മോനാണല്ലോ. 17 വർഷം അദ്ദേഹം മേശാന്തി ആയിരുന്നു. ഹരിവരാസനം എഴുതിയ അമ്മ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. ഇതും കൊണ്ട് നടക്കണ്ടേ ഞാൻ ഒരു മാലയൊക്കെ ഇട്ടിട്ട്? ഇതൊക്കെ വളരെ മോശപ്പെട്ട പണസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രവണതയുടെ ഭാഗമാണ്. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവർത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്താലങ്ങനെ കേട്ടി തന്നാനുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM-ഉം പെട്ടു. പാർട്ടിയുമായി ബന്ധമുള്ള 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ജയിലിലേക്കുള്ള ഘോഷയാത്രയിൽ ഇനി മറ്റാരൊക്കെ ഉണ്ടാകും? പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. ഇതാണല്ലേ സംരക്ഷണം. ഈ 2 ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും ഒരു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹമാണ്. അദ്ദേഹം എന്തുകൊണ്ടൊന്നും പറയുന്നില്ല. മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. മോന്റെ വീട് എവിടെയാണ് പറ മോനെ. അപ്പൊ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയെന്നുള്ളതാണ്. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, ആരെയും സംരക്ഷിക്കില്ല എന്നു പറഞ്ഞ നാവുകൊണ്ട് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രം എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. തല്ലും തലോടലും ഒരു കൈകൊണ്ട് തന്നെ.
മുഖ്യമന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ മൗനി ബാബയായി തുടരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? മനസ്സിലായില്ല. അതായത് അതിന്റെ പ്രോസസ് നടക്കുക. നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി. ആ പ്രതിയാക്കിയാൽ എന്താ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമന്റാണ്. അതെ, കുറ്റാരോപിതൻ മാത്രമാണെന്ന്. ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് അതിന്റെ അർത്ഥം. അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ, വേറെ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ അയ്യപ്പനോട് ആരും കളിക്കാൻ പോകരുത്, പോയവർ ഓരോരുത്തരായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കടകംപള്ളിയുടെ വാക്കുകൾ അറം പറ്റിയതുപോലെ ആയല്ലോ. മുൻ ദേവസ്വം മന്ത്രിയുടെ രക്തത്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഇനി ദാഹിക്കുന്നത്. എനിക്ക് തുള്ളൽ പനിയാ. പറ്റി ഇത് പേടിപ്പനിയാ. ഇനി മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പോൾ ഇനിയും മന്ത്രിമാരുടെ ഊഴമാണ്. ഇനി മന്ത്രിമാർ ജയിലിൽ പോകുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. ഇനി നീ എങ്ങാനും ഇനി SIT ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ ചങ്കി കുത്തര വർത്തമാനം പറയരുത് വിളിച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അറിയോ? ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി. ഇതൊന്നും ഒരു മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര CPMൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ്. അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം. ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. കടകംപള്ളി മാത്രം പോരാ, വാസവനിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ ജോസ് കൊടുങ്ങില്ലേ? ഞാനോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ചെയ്തിട്ടുള്ളത്. നീയും കൊടുക്കും. ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ മന്ത്രിമാരുടെ കൈകളിലേക്ക് വിലങ്ങ് വീഴണം. മന്ത്രിമാരുടെ കരങ്ങളിലേക്കാണ് വിലങ്ങ് വീഴേണ്ടത്. നമ്മളെ ഞാനകത്തായ നീ അതങ്ങനെ ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? ദേവസ്വം മന്ത്രിയല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല? അയ്യപ്പനോട് നമ്മൾ കളിക്കാൻ പോകരുത്. സ്വാമിയേ 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 അയ്യപ്പോ കളിക്കാൻ പോകരുത്. അത് അയ്യപ്പനോടാണ് ഇപ്പം കളി. ഓരോരുത്തരായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവരിൽ പലർക്കും വോട്ടില്ലാത്തതും വോട്ട് വെട്ടിയതും പൊല്ലാപ്പായി. അതിൽ തിരുവനന്തപുരത്തെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണയുടെ വോട്ടവകാശം ഹൈക്കോടതി ഇടപെടലിലൂടെ തിരികെ കിട്ടി. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിന് പിന്നിലെ രാഷ്ട്രീയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. മറ്റു പല സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ ഇങ്ങനെയല്ല. കോടതി ഇടപെട്ടതേയില്ല. കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നിട്ടും CPM ബൂത്ത് ഏജന്റിന്റെ പരാതിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി വോട്ട് വെട്ടിയത്. കയ്യിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് മത്സരിക്കാനിറങ്ങിയ വൈഷ്ണ പ്രതിസന്ധിയിലുമായി. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, തലേന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ പേരുണ്ടായിരുന്നു. പെട്ടെന്നാണ് ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു. പിന്നെ വന്നപ്പോഴാണ് പേരില്ലാത്തത്. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കാരണം അവർ പരാതിപ്പെടുന്നു. CPMനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്?
ഈ കണ്ണീര് കാണാനോ ആണോ? കേവലം 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ CPM ഇത്രയധികം ഭയക്കുന്നുണ്ടെങ്കിൽ അതിൽ മുട്ടടയിൽ CPM മുട്ടിടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. മുട്ടടയിലെ വോട്ട് ഇല്ലാതായതുമായി ബന്ധപ്പെട്ട് CPIM-ന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല. കൈമളെ സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു വോട്ടർ ചേരുമ്പോൾ സ്വാഭാവികമായി അത് പരിശോധിച്ച് പരാതിപ്പെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. വൈഷ്ണ എന്നുള്ള കാൻഡിഡേറ്റ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ. അപ്പം നല്ലൊരു പെർഫോമൻസ് അത് ഇലക്ഷന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പേ 2-2.5 വർഷമായിട്ട് KSUവിൻ്റെ ഭാരവാഹിയായി ഈ പ്രദേശത്ത് ഗ്രൗണ്ടിൽ നിന്ന് ധാരാളം നല്ല പ്രവർത്തനം നടത്തുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ടാർഗറ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു വൈഷ്ണ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 24 വയസ്സുള്ള ഈ കുട്ടിയുടെ ഇലക്ഷൻ്റെ നോമിനേഷൻ റദ്ദാക്കണമെന്നുള്ള ഒരു താല്പര്യമാണ് CPM-ന് ഉണ്ടായിരുന്നത്. അതിനെ സഹായിക്കാൻ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്ത പരാതി ഈ കുട്ടി സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, അതിനു മുമ്പ് കൊടുത്ത പരാതിയാണ് ഞങ്ങൾ കൊടുത്ത പരാതി. സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. ഒക്ടോബർ 31-ാം തീയതി കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. 5-ാം തീയതി, അതായത് നവംബർ 5-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പരാതി കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി പോലും. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. യഥാർത്ഥത്തിൽ താമസിക്കുന്ന ഒരാളുടെ വോട്ട് അത് സ്ഥാനാർത്ഥിയാവുമെന്ന് മുൻകൂട്ടി കണ്ട് ആ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുൽസിതമായ പരിശ്രമമാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരാതി കൊടുത്ത വ്യക്തിയുടെ അഡ്രസ്സിൽ 22 വോട്ടാണ്. അപ്പം അതിന് പുറകെ നമ്മൾ ശ്രീ ജയശേഖർ പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായിട്ട് പരാതിക്കാരൻ്റെ പുറകെ നമ്മൾ പോകാൻ പോവാണ്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഏതായാലും കേരളത്തിൽ ഞങ്ങളുടെ പ്രചരണം മുഴുവൻ ഈ മുട്ടട വിഷയം തന്നെയാണ്. അവിടെ മരിച്ച ഒരാളുടെ വോട്ട് പോലും വോട്ടർ പട്ടിക നീക്കിയിട്ടില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല, മരിച്ചവർക്ക് വോട്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ, നിങ്ങൾ ഈ കേരളത്തിൽ ഇതുവരെ മരിച്ച മുഴുവൻ പരേതാത്മാക്കളുടെ പേരിൽ കള്ള വോട്ട് ചെയ്താലും ഈ പാർട്ടി ഇത്തവണ കേരളത്തിൽ നിലം തൊടാൻ പോകില്ല. ഞങ്ങൾക്ക് നല്ല ബേസുള്ള സ്ഥലമാണ് മുട്ടട. ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ശബരിനാഥനെ കബഡിയാറെന്ന് മാറ്റി മുട്ടട കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ പോലും ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ വൈഷ്ണയ്ക്ക് മുട്ടടയിൽ മത്സരിക്കാനാവുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. ഒരു വട്ടം പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് വോട്ട് വെട്ടിയ വിവരം സ്ഥാനാർത്ഥി അറിഞ്ഞത്. വോട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടതിൽ ഹൈക്കോടതിയോട് നന്ദി പറയുകയാണ് സ്ഥാനാർത്ഥി. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം. കോടതി നിർദ്ദേശം പരിഗണിച്ച് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വൈഷ്ണവി സുരേഷിനെ വോട്ടവകാശം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നടപടി ഇപ്പോൾ റദ്ദായിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഏതായാലും സത്യം വിജയിക്കും. ഇപ്പോൾ വോട്ടവകാശം കിട്ടിയിരിക്കുന്നു. ഇനി ജനങ്ങളുടെ അവകാശവും ഈ തെരഞ്ഞെടുപ്പിലൂടെ വൈഷ്ണവി സുരേഷിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെയധികം സന്തോഷം. മറ്റു കാര്യങ്ങളും തന്നെ പറയാനില്ല, സത്യം ജയിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വലിയ നന്ദിയുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും